ഹലോ, വെൽക്കം ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. ഇന്നിപ്പോൾ തൈര് സാദം ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ബിരിയാണി അരിയാണ്, ചെറിയ അരിയാണ് നമുക്ക് തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ 1.25 ഗ്ലാസ് അരി എടുത്തു. അതിലേക്ക് വെള്ളം പാലും കൂടി ചേർത്ത് വേണം നമുക്ക് ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ. കുക്കറിൽ നമുക്ക് ഇരട്ടി വെള്ളം ഒഴിച്ച് വേണം വയ്ക്കാൻ. 5 വിസിലടിക്കും, നല്ലവിടെ വെന്തെടുക്കണം. പിന്നെ നമുക്ക് ചെറിയ പാൻ വെച്ചിട്ട് കടുകും കടലപ്പരിപ്പും ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ചോറും നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ 3 ഡപ്പയ്ക്കകത്താക്കിയാണ് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് പാലും തൈരും കൂടി നമുക്ക് ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചോറ് ഇടുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ഉള്ളിയും കടുക് വറുത്ത് വെച്ചത് അത് കൂടി ചേർത്തതിന് ശേഷം ഉപ്പും മല്ലിയില ഇട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് തന്നെ ഞെരടിയെടുക്കണം. ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഞെരടിയെടുത്താൽ തൈര് സാദം നല്ല ടേസ്റ്റായിരിക്കും. എന്നുവെച്ചാൽ നല്ലതായിട്ട് അത് മിക്സ് ആവാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആകാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തൈരും കുറച്ച് പാലും കടുക് വറുത്തതും പിന്നെ നമ്മുടെ പോംഗ്രനേറ്റൂടെ ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഞെട്ടും. നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഈ പോംഗ്രനേറ്റ് ഇടുന്നത് ഇഷ്ടമല്ല. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ തൈര് സാദം റെഡിയായി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം.